കർത്താവിൻ്റെ വന്യനാമം മഹത്വപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല ദിവസത്തിനായി കർത്താവിനെ സ്തുതിക്കാം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് തൻ്റെ ലൈഫിനെ മരണത്തിൽ നിന്ന് അല്ലെങ്കിൽ ജീവിതത്തിൽ പ്രയോജനമില്ലാതായി പോകും എന്ന ഒരു സ്ഥിതിയിൽ നിന്നും കർത്താവ് വിടുവിച്ച് സൗഖ്യത്തിലേക്ക് കൊണ്ടുവന്ന ഒരത്ഭുത സാക്ഷ്യമാണ് നമ്മളിന്ന് കേൾക്കാൻ പോകുന്നത്. ഇത് ട്രിവാൻഡ്രത്ത് നിന്നും ഷിജു ബ്രദറാണ് നമ്മളോട് സാക്ഷ്യം പങ്കുവെക്കുന്നത്. ബ്രദർ പറയുന്നത് കിണർ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അത് കല്ലിടിഞ്ഞ് കിണറ്റിലേക്ക് വീഴാനിടയായി. ഒരു കല്ല് തൻ്റെ തലയിൽ തട്ടിയതിനെ തുടർന്ന് ബോധമില്ലാതെയായി 3/4 മണിക്കൂറോളം ആ കിണറ്റിലായിരുന്നു. ഫയർഫോഴ്സ് വന്നിട്ടാണ് തന്നെ പുറത്തെടുത്തത്. എന്നാൽ ബ്രദർ പറയുന്നത് ഒരിക്കലും ജീവിതത്തിലേക്ക് മടങ്ങി വരുമോ ഇല്ലയോ എന്ന് അറിയത്തില്ല. ബോധമില്ലാതായിരുന്ന തന്നെക്കുറിച്ച് ഡോക്ടേഴ്സ് പറഞ്ഞത് ഒരു പക്ഷേ ഒരു പാവയെപ്പോലെ ആയിരിക്കാം, പ്രയോജനമില്ലാത്തൊരു വ്യക്തിയായിരിക്കാം, എങ്ങനെയായിരിക്കാം ഭാവി എന്നറിയത്തില്ല. ആ വിധത്തിൽ തന്നെക്കുറിച്ച് പറഞ്ഞെടുത്ത് എന്നാൽ പ്രാർത്ഥനയ്ക്ക് വന്നതിന് ശേഷം കർത്താവിൻ്റെ കരം തൊട്ട് പൂർണ്ണമായും സൗഖ്യത്തിലേക്ക് കൊണ്ടുവന്നു. അതോടൊപ്പം ജീവിക്കുന്ന ഒരു രക്ഷകനെ കണ്ടുമുട്ടി. അതുവരെ ഉണ്ടായിരുന്ന തൻ്റെ ദുശീലങ്ങളിൽ നിന്നും പുറത്തു വരാൻ കഴിഞ്ഞു. തൻ്റെ ലൈഫിൽ കർത്താവ് ചെയ്ത അതിമഹത്തായ കാര്യത്തെയാണ് ഇന്ന് ബ്രദർ പങ്കുവെക്കുന്നത്. നമുക്ക് ആ സാക്ഷ്യം കാണാം. കൂട്ടുകാരൻ വിളിച്ചു പറഞ്ഞു, മാറിക്കോ എന്ന് പറഞ്ഞു. ഞാൻ മുകളിലോട്ട് നോക്കിയപ്പോഴത്തേക്കും കല്ലെല്ലാം കൂടി ഇടിഞ്ഞു വരുന്നു. തലയിൽ ഇങ്ങനെ അടിച്ചു, തല പൊട്ടി. അപ്പോഴേ ഞാൻ ഇങ്ങനെ വെള്ളത്തിനടിയിലോട്ടായി. മീന് പിടയ്ക്കുന്നത് പോലെ കിടന്ന് പിടച്ചോണ്ടിരുന്നത് എനിക്ക് ഓർമ്മയില്ല, അങ്ങനെ ആയിരുന്നു എന്നാണ് പറഞ്ഞിരുന്നത്. ഈ കരിക്കല്ലിന്റെ അടിയിലാണ് കിടക്കുമായിരുന്നത്. അന്നേ അതുകൊണ്ട് ആർക്കും എടുക്കാൻ പറ്റൂലായിരുന്നു. മരിച്ചുപോയെന്നാണ് പറഞ്ഞത്. 35 അടി കിണറ്റിന്റെ താഴെ ആരും രക്ഷിക്കാനില്ല. കിണർ മുഴുവൻ ഇടിഞ്ഞ് ദേഹത്ത് കിടക്കുക. ഒരു പ്രതിമയെ പോലെ ആയുസുണ്ടെങ്കിൽ പ്രതിമയെ പോലെ കിടക്കാം എന്നേ ഉള്ളൂ. ഷിജുവും ഫാമിലിയും മുന്നോട്ട് വരാവോ? വന്നിട്ട് ഷിജുവിൻ്റെ ഫോൺ നമ്പർ ഞാൻ അതിനകത്ത് വായിക്കുകയാണ്. കാരണം ആർക്കെങ്കിലും ഒരാൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഷിജുവിനെ വിളിച്ച് ചോദിക്കാമല്ലോ. 89 21 58 05 49 ഷിജു ഒരു സാധാരണ വണ്ടി ഓടിക്കുമോ അല്ലേ ഷിജു ഇപ്പോൾ ചെയ്യുന്നത്? മൈക്കിൽ പറയാം. എനിക്ക് തോന്നുന്നു ഇന്നോവ മേടിച്ചിട്ട് ആദ്യം വീട്ടിലേക്കാണ് വന്നതെന്ന് എനിക്ക് തോന്നുന്നു. ആമേൻ. അതൊരു വലിയ സന്തോഷമാണ്. ആമേൻ. കർത്താവ് പറഞ്ഞിട്ട് ഷിജുവിനെ ദൈവം ചെയ്തൊരു വലിയ അത്ഭുതമാണ്. അതുകൊണ്ട് കർത്താവ് ചെയ്ത അത്ഭുതങ്ങൾ ഞങ്ങൾക്കും കേൾക്കാൻ വലിയ സാക്ഷ്യമാണ്. ഇന്ന് ഷിജു സാക്ഷ്യം പറയുമ്പോൾ ഞാൻ വിശ്വസിക്കുന്നത് ആർക്കൊക്കെ ഒരു അത്ഭുതം ഉണ്ടാകാൻ പോകുന്നത്. ആമേൻ. സൂപ്പർ നാച്ചുറലായി അത്ഭുതങ്ങൾ ഉണ്ടാകും. ഈ സാക്ഷ്യം കേൾക്കുന്ന എപ്പോഴെങ്കിലും യൂട്യൂബിൽ കേൾക്കുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ അത്ഭുതങ്ങൾ തീർന്നു പോയിട്ടില്ല, നിങ്ങളുടെ അടയാളങ്ങൾ തീർന്നു പോയിട്ടില്ല, ഇതുവരെ കർത്താവിന്റെ പ്രവർത്തികൾ നിന്നുപോയിട്ടില്ല. ഇന്നും എൻ്റെ യേശു ജീവനോടിരിക്കുന്നു. അവൻ ഇന്നും അത്ഭുതങ്ങളെ ചെയ്യുന്നു. ഷിജു പറഞ്ഞായിട്ട് ഒരു ക്രിസ്തീയ കുടുംബത്തിലാണ് ജനിച്ചു വളർന്നത്. പറഞ്ഞായിട്ട് ഷിനു. ഞാനൊരു ക്രിസ്തീയ കുടുംബത്തിലാണ് ജനിച്ചു വളർന്നത്. പക്ഷേ അപ്പോഴൊന്നും എനിക്ക് ദൈവത്തെ കൂടുതലായിട്ട് അറിയുവാൻ സാധിച്ചിട്ടില്ല, ദൈവത്തോട് അടുക്കുവാനും സാധിച്ചിട്ടില്ലായിരുന്നു. എനിക്ക് തോന്നുന്നു മോനെ ഈ സഭയിലേക്ക് കൊണ്ടുവന്നത് ഈ പ്രിയ അമ്മച്ചിയാണെന്ന് തോന്നുന്നു. അമ്മച്ചി മുന്നോട്ട് വരണം. അമ്മയുടെ മൂത്ത ചേച്ചിയാണ്. മരിച്ചെന്ന് ഞാൻ കെട്ട് ഇടിഞ്ഞു വന്ന് തലയിൽ കൂടെ വിടുന്ന് രക്തത്തെ കുളിച്ച് കിടക്കണ്. അവൻ രക്ഷപ്പെടില്ല എന്ന് പറഞ്ഞ് ഞാൻ അവിടെ കിടന്ന് നിലവിളിച്ചു. എൻ്റെ മോനൊന്നും വരരുത്, എൻ്റെ മോൻ ഇന്ന സ്ഥലത്ത് കൊണ്ടുപോവാൻ, ഞാൻ അവനൊന്നും വരില്ല എന്ന് സാക്ഷി പറയിക്കുമെന്ന് പറഞ്ഞ് ഈ ഉള്ള വിശ്വാസത്തിൽ നിന്ന് യേശുവേ, ഞാൻ അവിടെ നിന്ന് മെഡിക്കൽ കോളേജിൽ 3 അന്ന് വന്നപ്പോഴേ അവനെ കൊണ്ട് സ്കാൻ എടുക്കാൻ താഴെ കൊണ്ട് കിടത്തിയിരിക്കുന്നു. അപ്പോഴും ഇവൻ്റെ വിഷയങ്ങളെല്ലാം എഴുതി ഈ 100 രൂപയും കൂടെ കൊണ്ട് ഞാൻ ഇവിടെ വന്നപ്പോൾ സിസ്റ്റർ അടുത്ത് ഞാൻ പറഞ്ഞു, എൻ്റെ മോൻ മരണാവസ്ഥയിൽ മെഡിക്കൽ കോളേജിൽ കിടക്കുകയാണ്, പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. അപ്പോഴും പറഞ്ഞു, അമ്മേരെ മോൻ ഒന്നും വരില്ല, ഇനി കൊണ്ടുവന്നാൽ മതി. ഞാൻ വീട്ടിൽ പോയി പ്രാർത്ഥിച്ച് 16-ന്റെ അന്ന് ആശുപത്രിയിൽ നിന്ന് വീട്ടിൽ കൊണ്ടുവന്നപ്പോഴും അവന് പറഞ്ഞു, ഞാൻ പറഞ്ഞു, മക്കളെ നമുക്ക് ഇന്ന സഭയിൽ പോകണം, അവിടെ കൊണ്ട് ബ്രദർ പ്രാർത്ഥിക്കാൻ, മക്കൾക്കൊന്നുമില്ല, ഒന്നും ചെയ്യില്ലെന്ന് പറഞ്ഞു. അമ്മ എനിക്ക് ഇരിക്കാൻ പറ്റൂല, കോളർ കഴുത്തിയിട്ടിരുന്നു. അവിടുന്ന് ഡോക്ടർ പറഞ്ഞു വെച്ചാൽ 3 മാസം വരെ കോളർ എടുക്കരുത്, അവനെ കിടത്തി കുളിപ്പിക്കണം, കിടത്തി ആഹാരം കൊടുക്കണം, പിന്നെ എല്ലാം ദൈവമേ അവിടുന്ന് പറഞ്ഞു വിട്ട് ഇവർക്ക് 5 ഡോക്ടർമാരിരുന്ന് ക്ലാസ് കൊടുത്ത് ഇങ്ങനെ വേണം വീട്ടിൽ ചെന്ന് കൊടുക്കാൻ. 5 ഡോക്ടർമാരിരുന്ന് ക്ലാസ് തന്നു. അമ്മയ്ക്ക് അങ്ങനെ തന്നോ? മൈക്കിൽ പറഞ്ഞ മൈക്കിൽ തന്നെ പറ. പിന്നെ ഡിസ്ചാർജ് അല്ലേ അവര് അതായത് കഴുത്തിൽ കോളർ ഇട്ടാണ് വിടുന്നത്.
വിടണമെങ്കിൽ അവർ പറയുന്നത് അനുസരിക്കുകയാണെങ്കിൽ മാത്രമേ വിടാൻ പറ്റുള്ളൂ എന്ന് സോ പറഞ്ഞു ഇത് വീട്ടില്. പറയണേക്കാൾ മുമ്പ് ബ്രദറിന് സംഭവിച്ചത് ബ്രദറിന് പറയാവോ? എന്താ സംഭവിച്ചത്? എങ്ങനെയാ എന്ത് കാരണം കൊണ്ട് ഹോസ്പിറ്റലിൽ പോയെ? ബ്രദറെ, ഞാൻ രാവിലെ ഉറക്കണീറ്റായിട്ട് അമ്മയെ കൊണ്ട് വാഴ്ച വരെ വിട്ടിട്ട്, വാഴ്ചലെന്ന് പറഞ്ഞാൽ എൻ്റെ വീട്ടിന് ഒരു കിലോമീറ്റർ അപ്പുറത്ത്. ഓക്കെ. അപ്പം ബൈക്കിലൊന്ന് കൊണ്ടാക്കിയിട്ട് തിരിച്ച് വന്ന വഴിക്ക് എൻ്റെ ഒരു കൂട്ടുകാരൻ ചോദിച്ചു അമ്പൂർ വരെ പോകണം, അവന് ഒരു സാധനം മേടിക്കാനുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അമ്പൂരിലോട്ട് പോയി. അപ്പോൾ അവിടെ പോയപ്പോഴും പറഞ്ഞ പിന്നെ വീടിനടുത്തുള്ള ഒരു ചേട്ടൻ പറഞ്ഞിട്ട് അവിടെ കിണർ ഒന്ന് വൃത്തിയാക്കണമായിരുന്നു. പഴയ കിണറാണ്, അതൊന്ന് വൃത്തിയാക്കിയിട്ട് വെള്ളം പിന്നെ അതിൽ നിന്ന് എടുക്കാൻ വേണ്ടിയാണ്, സഹായിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, എനിക്ക് സഹായിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും പോയ കൂട്ടുകാരനും കൂടി അവിടെ പോയി അതിനെ സഹായിച്ചുകൊണ്ടിരുന്നു. അപ്പം വെള്ളം പിന്നെ ഒരുപാട് കൂടുതലുള്ള സ്ഥലമായിരുന്നു. അപ്പം ഈ വെള്ളം മോട്ടർ ഓൺ ചെയ്തിട്ടും വെള്ളം ഫുള്ളായിട്ട് വറ്റിപ്പോവില്ല. എങ്ങനെ നോക്കിക്കഴിഞ്ഞാലും ഏതാണ്ട് കിണറ്റിൽ വെള്ളം കാണും. മുട്ടള വെള്ളം വരെ എപ്പോഴും അവിടെ നിൽക്കും. അത്രയും വെള്ളമുള്ള കിണർ. അത്രയും ഊറ്റുള്ള സ്ഥലമാണ്. അപ്പോൾ നമ്മൾ ഇതേപോലെ വെള്ളം അടിച്ച് പുറത്തോട്ട് വറ്റിച്ച് കളഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഇരുന്നപ്പോഴത്തേക്കും പറ്റാത്തത് കൊണ്ട് ഞാൻ വേറൊരു കയറ് കെട്ടിയിട്ട് താഴോട്ട് ഇറങ്ങി കിണറ്റിനകത്തോട്ട്. ഒരു 10-35 അടി താഴ്ച വരും. 35 അടി നല്ല താഴ്ചയുണ്ട്. അപ്പോൾ ഞാൻ താഴോട്ടിറങ്ങി പുറത്തുള്ള ചവറും പുല്ലും ഇതെല്ലാം കൂടി ഞാൻ അങ്ങനെ ഒരു തൊട്ടിയിലോട്ട് പിന്നെ വാരിയിട്ട് കയറ്റി വിട്ടു. 2-3 തൊട്ടി അങ്ങനെ കോരി വിട്ടു. 4ാമത്തെ തൊട്ടി ഇങ്ങനെ കോരി വിട്ട് എന്നിട്ട് താഴോട്ട് ഞാൻ കുനിഞ്ഞപ്പോഴത്തേക്കും മുകളിൽ നിന്ന് കൂട്ടുകാരൻ വിളിച്ചു പറഞ്ഞു, മാറിക്കോ എന്ന് പറഞ്ഞു. ഞാൻ മുകളിലോട്ട് നോക്കിയപ്പോഴത്തേക്കും കല്ലെല്ലാം കൂടി ഇടിഞ്ഞു വരുന്നു. അതിൻ്റെ സൈഡ് കെട്ടിയിരുന്ന കല്ല് കംപ്ലീറ്റ് ഇടിഞ്ഞു. അതായത് കിണറിന്റെ സൈഡ് കെട്ടിയിരുന്ന കല്ലെല്ലാം കല്ലെല്ലാം ഇടിഞ്ഞു. കപ്പിയിട്ടിരുന്ന കല്ലെല്ലാം കൂടെ താഴോട്ട് കൂടെ ഇടിഞ്ഞു. അതായത് മേളിൽ കപ്പിയിട്ടിരുന്നതിന് ഉപയോഗിച്ചിരിക്കുന്ന ആ കല്ലുകളെല്ലാം കൂടെ താഴോട്ട് പോകും. കപ്പിയിട്ടിരുന്നത് എന്ന് പറയുമ്പോൾ ഒരു ഫില്ലർ കെട്ടിയിട്ടാണ് കപ്പിയിട്ടിരുന്നത്. അതിന്റെ സൈഡിൽ വെച്ചിരുന്ന കല്ലുകളെല്ലാം കൂടെ ഇടിഞ്ഞു, താഴോട്ട് പോകുന്നു. അപ്പോഴേക്കും അവിടെ നിന്നിട്ട് കിണറിനകത്ത് നിന്നുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. എങ്ങോട്ട് മാറാൻ എല്ലാം കൂടെ താഴോട്ട് വരുമല്ലോ. പിന്നെ ദൈവത്തിന്റെ കൃപ കൊണ്ട് ഒരു സൈഡിൽ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ഒതുങ്ങിയിരുന്നു. അവസാനം ആ കപ്പി കിട്ടുന്ന ആ തൂങ്കെട്ട് നേരെ ഇടിഞ്ഞ ഫില്ലർ അത് നേരെ ഇങ്ങ് വന്നപ്പോഴത്തേക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ആദ്യം കല്ലിടിഞ്ഞു വീണു. പക്ഷെ കപ്പിയിട്ടിരുന്ന സാധനം കൂടെ അങ്ങ് താഴെ. അതായത് വലിയ തൂണ്, 2 തൂണുകളിലല്ലേ കപ്പി ഇടുന്നത്. അതെ. അതിന്റെ നടുക്കൊരു ഇതിട്ടിട്ട് അത് ആ തൂണങ്ങ് ഇടിഞ്ഞു പോയി. ഇടിഞ്ഞ് നേരെ വന്നപ്പോഴും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ അത് നേരെ വന്ന് തറയിൽ ഇടിച്ചിട്ട് ഒടിഞ്ഞു വന്ന് തലയിലായിരുന്നു അടിച്ചത്. എൻ്റെ തൂണ് നേരെ താഴോട്ട് വന്ന് ഇടിച്ചു. 35 അടി താഴെ കുത്തി ഇടിച്ചു. എന്നിട്ട് നേരെ ബ്രദറിന്റെ ദേഹത്ത് വന്നു. നേരെ തലയിൽ ഇങ്ങനെ അടിച്ചു, തല പൊട്ടി. അപ്പോഴേ ഞാൻ ഇങ്ങനെ വെള്ളത്തിനടിയിലോട്ടായി. വെള്ളത്തിനടിയിലായി. എന്നിട്ട് ആ തൂണ് വന്ന് എൻ്റെ പുറത്തൂടെ വീണു. അങ്ങനെ കിടന്നു. നമുക്ക് ഈ സിനിമയിലൊക്കെ കണ്ടിട്ടേ ഉള്ളൂ, അല്ല ഇത് ചിന്തിക്കാൻ പറ്റത്തില്ല കേട്ടോ. നമ്മുടെ മനസ്സുകൊണ്ട് ചിന്തിച്ചാൽ കൂടെ എന്ന് പറഞ്ഞ ബ്രദറിന്റെ മേലെ ആ തൂണ് വന്ന് വീണിട്ട് അതിന് മേളിൽ മണ്ണും സാധനം കൂടെ വന്ന് വീണു. വീണ്ടും കല്ലിടിഞ്ഞ് വീണോണ്ടിരിക്കുകയാണ്. അതിന് മേളിൽ വീണോണ്ടിരിക്കുവോ? ബ്രദറിന്റെ മേളിൽ വീണോണ്ടിരിക്കുവോ? അതെ. പക്ഷെ ആരും അടുക്കില്ലായിരുന്നു, അവിടെ ഒന്നും ആരും അടുക്കില്ല. പിന്നെ കാരണം ആർക്ക് ധൈര്യം വരത്തില്ല അതിന് മേളിൽ വീഴും എന്നുള്ള പേടി. സൈഡിൽ നോക്കിക്കൊണ്ടിരുന്ന ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. അവരെ കിടന്ന് ഭയങ്കരമായിട്ട് വിളിച്ചു. എന്നിട്ട് ആരും വന്ന് അടുത്തോട്ട് വരില്ല. പക്ഷെ എൻ്റെ കൂടെ നിന്ന ആ ചേട്ടൻ ഉടനെ തന്നെ ആ ഇതിൽ കൂടെ മരിച്ച 2 പേർക്ക് ഒരുമിച്ച് മരിക്കാമെന്നും പറഞ്ഞുകൊണ്ട് ആ കയറി കൂടെ തൂങ്ങി ഇറങ്ങി. അത് ഭയങ്കര കാര്യമാണ് കേട്ടോ. ആ ബ്രദറിന് ഒരു കയ്യടി കൊടുത്തേ, ഒരു വലിയ കാര്യമോ, ഒരു നല്ല കയ്യടി കൊടുത്തേ. കാരണം കിണർ മുഴുവൻ ഇടിഞ്ഞു വീണുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ കയറ്റി ഇറങ്ങുക എന്ന് പറഞ്ഞാൽ അതൊരു അസാധാരണ ധൈര്യം. ആ കൂട്ടുകാരനെ സംബന്ധിച്ച് നോക്കൂ, ദൈവമായിട്ട് ചെയ്തതാ. ആ ചേട്ടൻ ഉടനെ വന്നിട്ട് എൻ്റെ തല പൊക്കിയെടുത്തു. കാരണം എനിക്ക് തല ഉയർത്താൻ പറ്റില്ലായിരുന്നു. വെള്ളത്തിന്റെ അടിയിലാണ്. അതായത് മുട്ടോളം വെള്ളം ഉണ്ട് അപ്പോഴും. അതെ. ഓക്കെ. ഞാൻ അപ്പോഴേ മീൻ പിടയ്ക്കുന്നത് പോലെ കിടന്ന് പിടച്ചോണ്ടിരുന്നത്. എനിക്ക് ഓർമ്മയില്ല അങ്ങനെ ആയിരുന്നു എന്നാണ് പറഞ്ഞിരുന്നത്. ഓക്കെ. കംപ്ലീറ്റ് ആൾക്കാരും അവിടെ നിന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇത് നമ്മൾ അമ്പൂരി കാണുന്ന സകലമാന ആളുകൾക്ക് ഈ സംഭവം കേട്ടിട്ടുള്ള കാര്യമോ? അതെ. ഉറപ്പായിട്ടും. ഈ തൂങ്കെട്ട് പുള്ളി പതിയെ ഒന്ന് നീക്കി, നല്ല ഭാരമുള്ളതാണ്. അപ്പം ചെറുതായിട്ടൊന്ന് നീക്കി വെച്ചിട്ട് തല പൊക്കിയെടുത്ത് നൂത്ത് വെച്ച് അങ്ങനെ പിന്നെ എന്നെ കുറച്ച് നേരം ഇരുത്തിക്കൊണ്ടിരുന്നു. വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ബോധം ഞാൻ അപ്പോഴും സംസാരിക്കുമായിരുന്നു എന്ന് പറഞ്ഞു. പക്ഷെ എനിക്കതൊന്നും ഓർമ്മയില്ല. തല മരവിപ്പിനകത്ത് എന്തെങ്കിലുമൊക്കെ പറയുന്നതായിരിക്കും. ഓക്കെ. അപ്പൊ അങ്ങനെ തല പൊട്ടി. ഇവിടെ ഞങ്ങൾക്കിത് കേട്ടിട്ട് ദേവെല്ലാം കൂടെ വല്ല വരുന്നു. അപ്പോൾ ബ്രദർ പോയ സാഹചര്യം ഒന്ന് ആലോചിച്ച് നോക്കി, ചിന്തിക്കാൻ 35 അടി കിണറ്റിൻ്റെ താഴെ
ആരും രക്ഷിക്കാനില്ല. കിണർ മുഴുവൻ ഇടിഞ്ഞ് ദേഹത്ത് കിടക്കുക. അതിലൊരു ഇറങ്ങിയ ഒരാൾ ദൂതനെ പോലെ ഇറങ്ങി എന്ന് പറയാൻ നല്ലത്. ഒരാൾ രക്ഷിച്ചു. ഒന്ന് കൈയടിച്ച കർത്താവിനെ. ആമേൻ, ആമേൻ. വേദപുസ്തകം പറയുന്നത് ദൈവത്തിൻ്റെ മക്കളെ നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്നാണ് പറയുന്നത്. ആമേൻ. സഹോദരങ്ങളെ, നിങ്ങൾ ആരുമില്ല എന്ന് വിചാരിക്കുന്ന സാഹചര്യത്തിലൂടെ ആയിരിക്കും പോകുന്നത്. എന്നാൽ രക്ഷിപ്പാൻ എൻ്റെ യേശുവിന് കഴിയാത്തതായിട്ടൊന്നുമില്ല. നിങ്ങളെ കരുതുവാൻ കഴിയാത്തതായിട്ടൊന്നുമില്ല. അവനെന്നും ജീവിക്കുന്നു. അവന്റെ പേര് അത്ഭുത മന്ത്രി എന്നാണ്. ഹല്ലേലൂയ. പറഞ്ഞേട്ടെ ബ്രദറെ, പറഞ്ഞേട്ടെ ബ്രദറെ, പറഞ്ഞേട്ടെ. ബ്രദറെ ഉടനെ എത്ര നേരം കിണറ്റിൽ ബ്രദർ അങ്ങനെ ഇരുന്നു പറയാമോ? ഞാൻ ഏതാണ്ട് ഒരു 3/4 മണിക്കൂറോളം ആ കിണറ്റിനകത്തുണ്ടായിരുന്നു. കാരണം ആരും വരാത്തത് കൊണ്ട് ഫയർഫോഴ്സിനെ എല്ലാം വിളിച്ച് ഫയർഫോഴ്സിന്റെ അവരുടെ കാര്യം പറഞ്ഞിട്ട് അവര് ആംബുലൻസുമായിട്ടാണ് വന്നത്. ഓക്കെ. എന്ന് പറഞ്ഞാൽ പുള്ളി ഇതിനകത്ത് മരിച്ചുപോയി എന്നാണ് പറഞ്ഞത്. ആരാണ് വിളിച്ചതെന്നറിയില്ല. വിളിച്ചവര് മരിച്ചുപോയി എന്നാണ് പറഞ്ഞത്. ഓക്കെ. ഇതിനകത്ത് വിളിച്ചയാള് മരിച്ചു എന്ന് പറഞ്ഞു. അത്രയും സാഹചര്യമാണ് അപ്പോ. ഓക്കെ. പക്ഷെ ഈ സിസ്റ്ററും ഫാമിലിയും ഒക്കെ അപ്പുറത്താണ്, ദൂരെയാണോ അടുത്തിലാണോ? ഏതാണ്ട് ഒരു 3 കിലോമീറ്റർ അപ്പുറത്താണ്. ഇവരൊന്നും അറിയണില്ല. ഷോ എന്തായാലും അറിയാൻ നന്നായി. അല്ലെ എന്തു നമ്മള് തന്നെ ബോധം കിട്ടുവാന്. എന്റെ അച്ഛൻ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഫയർഫോഴ്സ് ഒക്കെ വന്നപ്പോഴത്തേക്ക് മുകളിൽ നിൽക്കുകയായിരുന്നു. അച്ഛൻ താഴോട്ട് ഇറങ്ങി വന്ന് ഇങ്ങനെ നോക്കി. പക്ഷെ അവർക്ക് അറിയില്ല, ആളറിയില്ലായിരുന്നു. അപ്പോഴാണ് കൂടെ നിന്ന് ആൾ പറഞ്ഞ് ഒരാൾ മനസ്സിലായി ഞാൻ അച്ഛനാണെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, എടാ നിന്റെ മോനാണ് ഇതാ പോകുന്നതെന്ന് പറഞ്ഞു. ചിന്തിക്കാൻ പറ്റത്തില്ല. പിന്നെയാണ് ആംബുലൻസിൽ കൂടെ അച്ഛനും കൂടെ. അതായത് രക്തത്തിൽ കുളിച്ച് കിടക്കുന്ന സ്ഥലത്ത് ആ മോനെ നോക്കിയിട്ട് പിടിയിട്ടില്ല. ഇല്ല. സീനൊന്ന് ചിന്തിച്ചു നോക്കി. തല ഇങ്ങനെ പൊട്ടി ഇവിടെ ഇപ്പോഴും ഉണ്ട്. ഇവിടെ ഒരു കുഴുവായിട്ടാണ് കിടക്കുന്നത്. അത് ഇതായിട്ടില്ല. 45 കുത്തിക്കെട്ടെ അമ്മ പറയുന്നത്. 47 കുത്തിക്കെട്ട്. ഒന്ന് കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ച്. ഹല്ലേലൂയ. വണ്ടർഫുൾ ജീസസ്, വണ്ടർഫുൾ ജീസസ്. പറഞ്ഞേട്ടെ ബ്രദറെ. അവിടുന്ന് ഹോസ്പിറ്റലിലെത്തി മുഖം മാത്രമാണ് ഇങ്ങനെ മറ്റേ പയ്യെ ഇങ്ങനെ മാത്രം കാണത്തക്കതായിട്ടാണ് വെള്ളം ചെളിയെല്ലാം മാറ്റിക്കൊണ്ടിരുന്നത്. ബാക്കി മൊത്തം ഈ കരിക്കല്ലിന്റെ അടിയിലാണ് കിടക്കുമായിരുന്നത്. അന്നേ അതുകൊണ്ട് ആർക്കും എടുക്കാൻ പറ്റൂലായിരുന്നു. ഓ, തല മാത്രം പൊക്കിയതേ ഉള്ളൂ, ബാക്കിയെല്ലാം മണ്ണിന്റെ അടിയിലോ? ബാക്കിയെല്ലാം മണ്ണല്ല, വലിയ കരിങ്കല്ലല്ല, ചുറ്റും കെട്ടിയിരുന്ന എല്ലാം മൊത്തം ഇടിഞ്ഞു വീണ് അതിന്റെ അടിയിലായി പോയതാണ്. അന്ന് അങ്ങനെ ഞാൻ കഴുത്ത് നോക്കിയോ പ്രാർത്ഥിച്ചിട്ട് ആ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഇതൊക്കെ കേട്ടിരുന്ന എന്റെ പ്രാർത്ഥന കൂടെ പോയേനെ കേട്ടോ. എന്തു ഈ കേൾക്കുന്നേ ചിന്തിക്കാൻ വയ്യ നമുക്ക്. എന്നിട്ട് അങ്ങനെ അതായത് കല്ലെല്ലാം ഇടിഞ്ഞു വീണിട്ട് മുഖം മാത്രം പൊക്കി വെച്ചിരിക്കും, ബാക്കിയെല്ലാം നേരത്തെ കല്ല് കിടക്കുവോ? ഈ കൂടെ കൊണ്ടുപോയ പയ്യെ മുഖം മാത്രം ഇങ്ങനെ മുഖത്തുനിന്ന് മാത്രം മണ്ണ് മാറ്റിക്കൊണ്ടിരുന്നു. ഓർമ്മയൊന്നുമില്ല ഇവന്. അപ്പം ബാക്കി മൊത്തവും കഴുത്ത് വരെ ഈ കരിങ്കല്ല് കൊണ്ട് മൂടി കിടക്കുകയാണ്. ഫയർഫോഴ്സ് വന്നിട്ടാണ് ബ്രദറിനെ എടുക്കുന്നത്. അപ്പം മരിച്ചെന്ന് പറഞ്ഞാണ് അവരെടുത്തോണ്ട് പോയത് തന്നെ. ബ്രദറിനെ എടുക്കുന്ന സമയമൊക്കെ ബ്രദറിന് ഓർമ്മയുണ്ട്? ഞാൻ സംസാരിക്കുമായിരുന്നു പറഞ്ഞു. പക്ഷെ ബ്രദറിന് ഓർമ്മയില്ല. എനിക്ക് ഓർമ്മയില്ല. എനിക്ക് ഓർമ്മ വന്നത് 4 ദിവസം കഴിഞ്ഞു. ഓർമ്മ വന്നപ്പോഴത്തേക്ക് എന്ന് പറഞ്ഞാൽ അത് സംസാരിക്കുമായിരുന്നൊക്കെ പറഞ്ഞു. പക്ഷെ അതെനിക്കിപ്പോഴും ആശുപത്രി കിടന്ന കാര്യമൊന്നും എനിക്ക് വലിയ ഓർമ്മകളൊന്നും ഇല്ല. മരവിപ്പിൽ എന്തെങ്കിലും പറയുന്നതായിരിക്കും, അത്രേ ഉണ്ടാവുള്ളൂ. ഓക്കെ. അത് ഫയർഫോഴ്സ് വന്നു ബ്രദറിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. എവിടെ? മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി? മെഡിക്കൽ കോളേജിലല്ല, ആദ്യം കൊണ്ടുപോയത് ഒരു 10 കിലോമീറ്റർ അടുത്തുള്ള ഒരു ഹോസ്പിറ്റലിലായിരുന്നു, ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ. അപ്പൊ അവിടെ കൊണ്ടുപോയപ്പോൾ അവർ പറഞ്ഞു മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകാൻ പറഞ്ഞു. അങ്ങനെയാണ് അവിടെ നിന്ന് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകുന്നത്. മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി അവിടെ അഡ്മിറ്റ് ചെയ്തു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കഴുത്തിന്റെ അവിടുത്തെ പൊട്ടൽ അതൊന്നും അറിയില്ലായിരുന്നു, ആർക്കും അറിയില്ലായിരുന്നു ഈ പൊട്ടലിന്റെ കേസ്. ഇത് പൊട്ടലല്ല, ഇവിടുത്തെ അസ്ഥി പൊടിഞ്ഞു പോയി. അസ്ഥി പൊടിഞ്ഞു പോയി, കംപ്ലീറ്റ് പൊടിഞ്ഞു പോയി. പൊടിഞ്ഞു ഇവിടെ കയ്യിലോട്ട് വരുന്ന ഞരമ്പുകളെല്ലാം പോയി, കൈയൊന്നും പൊക്കാൻ പറ്റില്ല. അങ്ങനെ ഫുള്ള് ബെഡിലായിരുന്നു ഫുള്ള്. അപ്പോൾ അവിടുന്ന് 12 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രതിമയെ പോലെ, ആയുസ് ഉണ്ടെങ്കിൽ പ്രതിമയെ പോലെ കിടക്കാം എന്നേ ഉള്ളൂ. അതിൻ്റെ ഡോക്ടർ എങ്ങനെ പറഞ്ഞു? ഡോക്ടർ അങ്ങനെ തന്നെ പറഞ്ഞു എന്നെ. എന്നിട്ട് അവരെ റൂമിൽ കൊണ്ടുപോയിട്ട് പറഞ്ഞു ഒരിക്കലും എണീറ്റ് നടക്കാൻ വലിയ ചാൻസ് ഇല്ല. പിന്നെ കിടക്കയിലായിരിക്കും കിടത്തുകൊണ്ട് വല്ലപ്പോഴും ഒരു ദിവസം കുളിപ്പിക്കണമെങ്കിൽ കിടക്കയിൽ കിടത്തിയായിരിക്കണം. മലവും മൂത്രം എല്ലാം കിടക്കയിലെടുക്കണം. അല്ലാതെ എണീറ്റ് നടക്കും എന്നവർക്ക് പറയാൻ ഒരിക്കലും പറ്റൂല. പിന്നെ കുറച്ച് നാളൊക്കെ ഇങ്ങനെ കിടക്കുമ്പോൾ എന്തെങ്കിലും ചിലപ്പോൾ പറ്റുവാണെങ്കിൽ എണീറ്റ് നടക്കും. അല്ലാതെ എല്ലാം കിടക്കയിലായിരിക്കണം എന്ന് പറഞ്ഞു. കിടക്കയിലായിരിക്കും. അങ്ങനെ നിങ്ങൾക്ക് നോക്കാൻ പറ്റുമോ വീട്ടിൽ കൊണ്ടുപോയാലെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു നോക്കാമെന്ന് പറഞ്ഞു. നോക്കാം. നിന്റെ സ്ഥിതി എന്ന് പറയോ? നിനക്ക് പറയാൻ കഴിയുമോ? അതാകെ അപ്സെറ്റ് ആയിട്ട് നിൽക്കുകയാണ്. പറയോ? ഹസ്ബൻഡ് ഇങ്ങനെ കിടക്കുന്ന സമയത്ത് അമ്മയെ മാത്രമേ വിളിച്ചുള്ളൂ, മോളെയും വിളിച്ചു അകത്തോട്ട്? ഇല്ല, ഞാൻ പോയില്ല. ഇല്ല, കാരണം ഞാൻ ചേട്ടൻ്റെ അടുത്ത് തന്നെയാണ്. കാരണം എനിക്കതൊന്നും കേൾക്കാനുള്ള ശേഷിയില്ല. അമ്മയെ വിളിച്ച് പറഞ്ഞു, പിന്നെ ഡിസ്ചാർജ് ചെയ്യാനുള്ള സമയത്ത് വന്ന് പറഞ്ഞു. ഓക്കെ.
ഇതെല്ലാം നടക്കണൊക്കെ മുന്നേ അമ്മച്ചി പള്ളി വന്നു, അതിനൊരു നല്ല കൈയടി കൊടുത്ത് ഈ അമ്മച്ചി നോക്കിയൊരു നല്ല കൈയടി കൊടുത്ത് ഈ അമ്മച്ചി അത് നേരെ അങ്ങ് വിട്ടു, പ്രാർത്ഥനയ്ക്ക് പോകുന്നു. അതിൻ്റെ ഒരു ധൈര്യം നോക്കുക കേട്ടോ. ഒന്ന് കൈയടിച്ചൊരു ആമേൻ പറഞ്ഞേട്ടെ, ആമേൻ പറഞ്ഞേട്ടെ. പറഞ്ഞു 4 ദിവസം കഴിഞ്ഞു ഡോക്ടേഴ്സ്, 4 ദിവസം കിടന്നു. എത്ര ദിവസം മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ കിടന്നു? 12 ദിവസം കിടന്നു. ഓക്കെ, 12 ദിവസം കഴിഞ്ഞു. ഡിസ്ചാർജ് ഡോക്ടേഴ്സ് എന്തൊക്കെയാന്ന് പറഞ്ഞു? കഴുത്തിന്റെ എല്ല് പൊടിഞ്ഞു പോയി, ഞരമ്പുകൾ കെട്ടുപോയി, എഴുന്നേറ്റ് നടക്കില്ല എന്നാണ് ജീവിതത്തില്, ഒരു പ്രതിമ പോലെ ഇരിക്കും. അത്രേ ഉള്ളൂ. അതുപോലെ ഇരിക്കാനും പറ്റില്ല, ഫുള്ള് കിടക്കയായിരിക്കും. ഇരിക്കാനും പറ്റില്ല. ഇരിക്കാൻ പറ്റില്ല. അതിന്റെ കാരണം ഈ നട്ടലിന് വല്ല പ്രശ്നം ഉണ്ടായിരുന്നു? നട്ടലിന് തട്ട് പറ്റി, ഇവിടെ കഴുത്തിന്റെ ഈ ഭാഗം പൊടിഞ്ഞു പോയി അസ്ഥി. ഓക്കെ, അതുകൊണ്ട് ഇനി ഇരിക്കലും നടക്കത്തില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. ബാക്കി കൈയുടെ കാലിന്റെ ഒക്കെ അസ്ഥിയാണെങ്കിൽ എന്തെങ്കിലും ചെയ്യാം, പക്ഷേ ഈ പൊടിഞ്ഞു പോയ അസ്ഥി ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പറഞ്ഞേട്ടെ ബ്രദർ. എന്നിട്ടാണ് ബ്രദർ വീട്ടിൽ പോയി. അപ്പോൾ വലിയമ്മ എൻ്റെ അടുത്ത് പറഞ്ഞു, എടാ നമുക്ക് അവിടെ പോകാം. ബ്രദറിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ ഞാൻ അപ്പോഴേ ഒരുപാട് പ്രാവശ്യം ഞാൻ വന്നിട്ടുണ്ട്. ഓക്കെ, പക്ഷേ അമ്മയൊക്കെ കൊണ്ട് അവിടെ ആക്കിയിട്ട് ഞാൻ അപ്പുറത്തെവിടെയെങ്കിലും മാറി നിൽക്കും. ഓക്കെ, സ്വാഭാവിക കാര്യം. നമ്മുടെ ഉള്ളിൽ വിശ്വാസം ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെ വരാൻ പറ്റത്തുള്ളൂ ബ്രദർ. മനുഷ്യരായാലും ഞാൻ പ്രാർത്ഥനയ്ക്ക് പോയപ്പോഴും ഞാൻ പുറത്തിരുന്ന് സീറ്റ് വലിക്കുമായിരുന്നു, എൻ്റെ അമ്മ അകത്ത് വരുന്നു പ്രാർത്ഥിക്കും, മദ്യപിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. ഓക്കെ, പറഞ്ഞേട്ടെ ബ്രദർ. ഞാൻ അത് കഴിഞ്ഞിട്ട് അപ്പം ഓരോ പ്രാവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അവിടുന്ന് ഏതാണ്ട് 50 കിലോമീറ്റർ ഉണ്ട് കാര്യവട്ടം വരാൻ. അപ്പോൾ അവിടെ അത്രയും യാത്ര ചെയ്ത് വരാൻ പറ്റാത്ത സാഹചര്യം ആയതുകൊണ്ട് ദിവസം മാറ്റി പോകുമായിരുന്നു. ഇങ്ങോട്ട് വരാനൊരു മടി വരുന്നതിന്റെ കാരണം? വരാൻ മടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങോട്ട് വരാൻ ഒരിതില്ല, ആഗ്രഹമില്ല. അപ്പോൾ അമ്മ പറയുമെങ്കിൽ ഞാൻ പിന്നെ നാളെയായിട്ടൊന്നും ആക്കി വയ്ക്കും. പിന്നെ ഞാൻ ലാസ്റ്റ് അമ്മയോട് പറഞ്ഞത് എന്തായാലും ഇരുന്ന് വണ്ടി, ഞാൻ പറഞ്ഞ് ഇവിടെ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവൻ ഇരുന്ന് വരാൻ പറ്റുമെന്ന്. അങ്ങനെ വിളിച്ച് അവൻ്റെ ചെവിയിൽ വെച്ച് കൊടുക്കാൻ പറയും ഫോണ്. അങ്ങനെ വെച്ച് പ്രാർത്ഥിച്ചിട്ട് അവൻ വണ്ടി പിടിച്ച് ഇവിടെ കൊണ്ടുവന്നത്. വന്നോടനെ ഞാൻ വിടാൻ തയ്യാറല്ല കേട്ടോ. ചിലരുടെ വിശ്വാസത്തെ ദൈവം മാനിക്കുന്നു. കൈയടിച്ചു പറഞ്ഞു. ഇവിടെ വന്നോടനെ ഞാൻ പറഞ്ഞ ക്യാൻസർ രോഗികളുടെ ഇടയിൽ ഇരുത്താൻ പറഞ്ഞവനാ. അവിടെ നിന്നവരടുത്ത് ഞാൻ പറഞ്ഞു ക്യാൻസർ രോഗികളുടെ ഇടയിൽ. അങ്ങനെ ബ്രദർ വന്നോടനെ എന്നെ ആരാധന കഴിഞ്ഞ് വന്നോടനെ എന്നെ ഇവനാണ് വിളിച്ചത് ആദ്യം. അമ്മ അടിച്ചപ്പോൾ അവിടുന്ന് 5 മണിക്കൂർ എടുത്തു. ഞാൻ അവിടുന്ന് ഇവിടെ വരെ, അമ്പൂരിന്ന് ഇവിടെ വരെ 5 മണിക്കൂർ മെല്ലെ പോരാക്കത്തുള്ളൂ. 1.5 മണിക്കൂർ കൊണ്ട് വരേണ്ട സാധനം 5 മണിക്കൂർ എടുത്തു. ബസ് സ്റ്റോപ്പുകളിലെല്ലാം ഇറങ്ങി വെയിറ്റിംഗ് ഷെഡുകളിൽ ഇറക്കി കിടത്തി ഒന്ന് ക്ലിയർ ആയതിനു ശേഷം മാത്രമേ അങ്ങനെ ചിന്തിച്ചു നോക്കിയ സോളി. അവര് വന്നത് കാര്യവട്ടത്ത് നമ്മുടെ മീറ്റിങ്ങിന് വന്നത് 5 മണിക്കൂർ എടുത്തു. വെയിറ്റിംഗ് ഷെഡിൽ നിർത്തിയിട്ട് കിടത്തും. അതെ ബ്രദറെ, അതിനു മുന്നേ ഒരു നമ്മുടെ ുള്ള ഒരു ന്യൂറോ സർജൻ്റെ അടുത്ത് കൊണ്ടുപോയി ഒരു 3 ദിവസം മുന്നേ കൊണ്ടുപോയപ്പോഴത്തേക്കും അവിടെ നിന്ന് അപ്പോൾ MRI സ്കാനിങ്ങും ബാക്കിയുള്ള എല്ലാം എടുത്തിട്ട് പറഞ്ഞു ഏതാണ്ട് 5000 രൂപ അടുപ്പിച്ച് അന്ന് ഗുളികയും മരുന്നും എല്ലാം മേടിച്ചിരുന്നു. എന്നിട്ട് പറഞ്ഞ് 6 മാസം കഴിഞ്ഞിട്ട് പറയാം അമ്മ എന്നാണ് പറഞ്ഞത്. കാരണം എണീറ്റിരിക്കുന്ന കാര്യം 6 മാസം കഴിഞ്ഞിട്ട് എന്ന് പറഞ്ഞു, എഴുന്നേറ്റിരിക്കുന്ന കാര്യം 6 മാസം കഴിഞ്ഞിട്ട് പറയാം എന്നാണ് പറഞ്ഞത്. എന്നാൽ 1 മിനിറ്റ് പോലും എനിക്ക് ചെയറിൽ ഇരിക്കാൻ പറ്റില്ലായിരുന്നു. ഞാൻ എന്നെ ഇവിടെ കൊണ്ടുവന്ന് പ്രെയറിന് വേണ്ടി കയറ്റി ഏറ്റവും ഫ്രണ്ടിലായിരുന്നു എന്നെ ഇരുത്തിയിരുന്നത്. അമ്മയുടെ അത്രയും ഒരിതുകൊണ്ട് തന്നെയാണ് ലീഡർമാരുടെ അടുത്തൊക്കെ വിളിച്ച് പെട്ടെന്ന് എന്നെ അവിടെ ഇരുത്തണമെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഇതായിരുന്നു. എന്നിട്ട് അവർക്ക് അപ്പോൾ ഇരിക്കാൻ സീറ്റ് കിട്ടിയില്ല, അവർ ബാക്കിലോട്ടാണ് ഇരുന്നത്. എന്നെ കൊണ്ട് അവിടെ ഇരുത്തിയിട്ട് ഏതാണ്ട് ഇരിക്കാൻ പറ്റാത്ത ഞാൻ 2.5 മണിക്കൂർ പ്രയറിൽ ഞാൻ അവിടെ ഇരുന്നു. അത് തന്നെ ഒരു അത്ഭുത കാര്യമാണ്. കൈയടിച്ചൊരു ആമേൻ പറഞ്ഞു. അത് തന്നെ ഒരു അത്ഭുത കാര്യമാണ്. ഞാൻ തന്നെ അതിശയിച്ചു പോയി, എനിക്ക് അത്രയും സമയം ഇരിക്കാൻ പറ്റിയത്. കാരണം എനിക്ക് ഇരിക്കാൻ പറ്റില്ലായിരുന്നു. അവിടെ നിന്ന് വന്നത് തന്നെ 5 പ്രാവശ്യം ഇരുന്നിട്ട് പ്രയാസപ്പെട്ട 5 മണിക്കൂറുണ്ട്. അതെ, കിടത്തിയാണ് കൊണ്ടുവന്നത്. ഓക്കെ. അപ്പോൾ അത്രയും അവിടെ ഇരുന്നിട്ട് പ്രയറൊക്കെ കഴിഞ്ഞ് ബ്രദർ വന്ന് ഇതേപോലെ അവർ ക്യാൻസർ പേഷ്യൻറ്റിനെ ഒന്ന് നോക്കി. അവരുമായിട്ട് സംസാരിച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം ഉടനെ തന്നെ അവിടെ സ്റ്റേ ചെയ്യുന്നതുകൊണ്ട് ഇങ്ങോട്ട് തിരിഞ്ഞിട്ട് പറഞ്ഞാൽ എന്ത് പറ്റിയാ ഇങ്ങ് വരാൻ പറഞ്ഞു. അപ്പം ഞാൻ ഇങ്ങനെ എണീക്കാൻ പോയെന്ന് പറഞ്ഞു, വേണ്ട അവിടെ ഇരുന്നോന്ന് പറഞ്ഞു. എന്നിട്ട് നേരെ ബ്രദർ ഇങ്ങനെ ഇറങ്ങി വന്നു എൻ്റെ അടുത്ത്. എടുത്തിട്ട് ഒന്ന് നോക്കി എന്ത് പറ്റിയാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞതുപോലെ കിണറിടിഞ്ഞ് വീഴുന്നതാണ് കാര്യങ്ങൾ. ആരാ കൂടെ ഉള്ളതെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അമ്മയും വലിയമ്മയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ബ്രദർ കുറച്ച് നേരം കാര്യങ്ങളൊക്കെ എല്ലാ ഡീറ്റെയിൽസ് എല്ലാം ചോദിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, വിശ്വാസം ഉണ്ടോയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഉണ്ടെന്ന് പറഞ്ഞു. നമുക്കുള്ളിലൊരു വിശ്വാസമൊന്നും ഇല്ല. ഓക്കെ, അങ്ങനെ അത് സത്യമാണ് ബ്രദറെ. നമ്മുടെ ഉള്ളിൽ വിശ്വാസം ഉണ്ടെങ്കിലും ധൈര്യം വരത്തില്ല പറഞ്ഞായിട്ട്. വിശ്വാസം ഉണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഉണ്ട് ബ്രദറെ എന്ന് പറഞ്ഞു. എന്നാൽ ഞാൻ ഇത് ഇപ്പം ഈ കോളർ അങ്ങ് ഊരാൻ പോവുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ എന്നിട്ട് അടുത്തുനിന്ന് ലീഡറിൻ്റെ അടുത്ത് പറഞ്ഞു,
ഇതൊന്ന് ഒന്ന് മാറ്റി കൊടുക്കാൻ പറഞ്ഞു. ബ്രദറെ ഇതൊന്ന് മാറ്റി കൊടുക്കാൻ പറഞ്ഞു. അപ്പോഴത്തേക്കും അവരിങ്ങ് വരുന്നതിന് മുന്നേ അല്ലെങ്കിൽ ഞാൻ മാറ്റാമെന്ന് പറഞ്ഞു. ബ്രദർ എന്നെ ഈ കോളറൊക്കെ ഊരി അങ്ങ് മാറ്റി. ഊരി മാറ്റി എൻ്റെ അടുത്ത് പറഞ്ഞു കഴുത്ത് നേരെ ഇരിക്കത്തില്ല. ഇല്ല, ഇവിടെ കഴുത്തിന്റെ എല്ല് പൊടിഞ്ഞിരിക്കുവോ? പൊടിഞ്ഞതാ. അപ്പൊ എത്രാമത്തെ ദിവസം പ്രാർത്ഥനയ്ക്ക് വരുന്നേ? ഞാൻ ഏതാണ്ട് 1 മാസം കഴിഞ്ഞ്. 1 മാസമായിട്ട് കഴുത്തുനിന്ന് അത് ഊരിയിട്ടില്ല? ഇല്ല, ഊരാൻ പറ്റില്ല, ഊരി പോയി. 4 അസ്ഥികൾ പൊട്ടിയിരിക്കുവോ? ഓക്കെ, അതുകൊണ്ട് ഊരാനും പറ്റത്തില്ല. അസ്ഥികളല്ല, ഇവിടുത്തെ ഞരമ്പ് പൊടിഞ്ഞു, അല്ല ഇവിടുത്തെ അസ്ഥി പൊടിഞ്ഞു പോയി. 4 ഞരമ്പ് പോയി, കട്ടായി പോയി. അതുകൊണ്ട് ഊരാൻ പറ്റത്തില്ല. ഊരാൻ പറ്റില്ല, കൈ അനക്കാൻ പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അങ്ങനെ അതിന്റെ ഇടയിൽ ഇതൊന്നും അറിയാതെ ഞാനങ്ങ് ഊരി. എന്റെ കർത്താവിനൊരു പരിപാടിയെ. ആ ന്യൂറോ സർജൻ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സമയം ഇത് ഊരാൻ പാടില്ല എന്നാണ് പറഞ്ഞത്. ഒരു സമയത്ത് ഊരാൻ പാടില്ല. അപ്പൊ അത് ബ്രദറ് ഇതിൻ്റെ ഇതിന്ന് ഊരി മാറ്റി എൻ്റെ അടുത്ത് പറഞ്ഞു, ഊരി മാറ്റിയ യന്ത്രമല്ല, എൻ്റെ അടുത്ത് പറഞ്ഞ് കഴുത്ത് തിരിക്കാൻ പറഞ്ഞു എന്നെ. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊരു എൻ്റെ മനസ്സിൽ തോന്നിയതാണ് ബ്രദറെ, ഞാൻ പുറത്ത് കാണിച്ചില്ല. എനിക്ക് എൻ്റെ ഉള്ളിൽ ചിരി വന്നു, സത്യം പറയാം. എൻ്റെ ഉള്ളിൽ ചിരി വന്നു. അപ്പോൾ ബ്രദർ പറയുന്ന ഒരു വിഡ്ഢിത്വം ആണെന്നുള്ള രീതിയിലാണ് എൻ്റെ ചിന്ത. അങ്ങനെയായിരുന്നു ബ്രദറെ. എന്ന് പറഞ്ഞാൽ ഇത്രയും പൊടിഞ്ഞിരിക്കുന്ന ഞാൻ എങ്ങനെയാണ് കഴുത്ത് തിരിക്കുന്നത്, ബ്രദർ എന്തോന്ന് പറയുന്നതെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ എങ്കിലും ഞാൻ ബ്രദർ പറഞ്ഞല്ലേ എന്നുള്ള ആ ഒരു ഇതിൽ ഞാൻ പതിയെ തിരിച്ചു നോക്കി. തിരിച്ചപ്പോൾ സുഖമായിട്ട് എനിക്കിങ്ങനെ ഞാൻ ഇങ്ങനെ ആ കഴുത്ത് തിരിച്ചപ്പോഴത്തേക്കും എനിക്ക് പിന്നെ ഒന്നും അറിയാൻ പറ്റുന്നില്ലായിരുന്നു. കാരണം പിന്നെ ഞാനും ബ്രദറും അല്ലാതെ വേറെ ആരും ഇല്ല അവിടെ. ഒരു തീക്കകത്ത് നിൽക്കുന്ന ഒരേ അന്തരീക്ഷം, ഭയങ്കര ഫീലിംഗ് ആയിരുന്നു. തീയുടെ നടുവിൽ ഞാനും ബ്രദറും മാത്രം നിൽപ്പുണ്ട്, നിൽക്കുന്നു. ഞാൻ കഴുത്ത് തിരിക്കുന്നു. എനിക്ക് ഒരു ഭയങ്കരമായിട്ട് അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു ഇതായിരുന്നു അവിടെ. ഒരു പെട്ടെന്ന് വല്ലാത്തൊരു ഇത്. അപ്പോൾ ബ്രദർ പറഞ്ഞ് ഉടനെ തന്നെ ബ്രദർ എൻ്റെ കൈ പിടിച്ചിട്ട് പറഞ്ഞ്, കുഴപ്പമില്ല, ധൈര്യമായിട്ട് കൈ പൊക്കാൻ പറഞ്ഞു. കൈക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട്? ഞാൻ പറഞ്ഞു കൈ പൊക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോഴെന്നെ 2 കൈയും പൊക്കിച്ച്, കൈയൊക്കെ പൊക്കി നല്ല സുഖമായി എന്ന് പറഞ്ഞു. ഒരു കുഴപ്പമില്ല, അടുത്ത ആഴ്ച വരണം, ഇനി നമ്മുടെ ദൈവത്തിന് വേണ്ടി നിൽക്കണം, അടുത്ത ആഴ്ച സാക്ഷ്യം പറയാൻ വേണ്ടി വരണം എന്ന് പറഞ്ഞു. ധൈര്യമായിട്ട് പൊയ്ക്കൊള്ളാൻ പറഞ്ഞു. അപ്പോൾ എനിക്ക് എന്ത് പറയണമെന്ന് ഒന്നും, പിന്നെ എനിക്ക് സംസാരം ഇങ്ങോട്ട് പുറത്തോട്ട് വരുന്നില്ല. എന്ത് പറയണമെന്നൊന്നും ഒരു ഇതുമില്ല. കാരണം കോളർ ഊരാൻ പാടില്ല, ഞരമ്പുകളെല്ലാം പോയിരിക്കുക, കൈ പൊങ്ങത്തില്ല. അതിനിടയിൽ ഇതെല്ലാം തലതിരിഞ്ഞ കാര്യങ്ങളുണ്ടായിരുന്നു. എഴുന്നേറ്റ് നമുക്കൊരു നല്ല കൈയടി കൊടുക്കാൻ കർത്താവ്. ആ മീറ്റിങ്ങിൽ വെച്ച് ബുദ്ധി കൊണ്ട് ചിന്തിക്കാൻ പറ്റാത്തൊരു കാര്യം ദൈവം ചെയ്തു. പറഞ്ഞാട്ടെ, അന്ന് സന്തോഷത്തോടെ മടങ്ങിപ്പോയി, അങ്ങനെ വിചാരിക്കുക അല്ലേ? സന്തോഷത്തോടെ അന്ന് മടങ്ങിപ്പോയെന്ന് പറഞ്ഞാൽ ആ കോളർ ഊരി എൻ്റെ കയ്യിലിട്ട് എന്ന് വള പോലെ അതിന് മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അതൊരു നല്ല കാര്യമാണ്. കർത്താവ് ചെയ്ത അത്ഭുതത്തിന് നമുക്ക് നന്ദി പറയാം. കർത്താവിന് സ്തോത്രം. നേരെ ഞാൻ വീട്ടിൽ പോയിട്ട് അന്ന് ഏതാണ്ട് ഒരു 5000-ഓളം രൂപയുടെ മരുന്ന് ഒരു 2-3 ദിവസത്തിന് മുന്നേ മേടിച്ചിരുന്നു. അത് കംപ്ലീറ്റ് എടുത്തങ്ങ് മാറ്റി. ഞാൻ വീട്ടിലൊരു പെങ്കൊച്ച് വന്ന് ട്രിപ്പും ഇഞ്ചക്ഷനും ഒക്കെ അതുവരെ ചെയ്യുമായിരുന്നു. അതെല്ലാം അങ്ങ് മാറ്റി അന്ന് നിർത്തി. ഒന്ന് കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ച്. അതിന്റെ കണ്ടോ ഒരു അമ്മ പറയുന്നത്, എന്റെ കൂട്ടത്തിൽ മദ്യപാനം, ട്രിപ്പ് ഇടുന്ന കൂട്ടത്തിൽ മദ്യപാനവും പോയി. ബ്രദറെ, ഈ മദ്യപിച്ചിട്ട് പ്രശ്നങ്ങളൊക്കെ ഇടയ്ക്കൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ 5-6 കേസൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ആ ഏരിയയിലൊക്കെ എന്ന് പറഞ്ഞാൽ ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ തന്നെയും ഇഷ്ടപ്പെടാത്ത രീതിയിലാണ് സംസാരിക്കുന്നതെങ്കിൽ ഞാൻ തിരിച്ച് പറഞ്ഞിരിക്കും. അങ്ങനെയാ? അങ്ങനത്തെ ഒരു സ്വഭാവം കൂടെ ഉള്ളത് കൊണ്ട് എനിക്കിത് പറ്റിയെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഒരുപാട് ആൾക്കാർ എന്നെ കാണാൻ ഒരുപാട് ആൾക്കാർ വഴക്കുണ്ടാക്കുകയൊക്കെ ചെയ്യുന്ന ആളായിരുന്നു. അതെ, അതുകൊണ്ട് പിന്നെ ഒരു ആർക്കും വക വെച്ച് കൊടുക്കുന്ന ഒരു പ്രകൃതം ഇല്ലായിരുന്നു. അതുകൊണ്ട് ഒരുപാട് ആൾക്കാർ ഇങ്ങനെ കിടപ്പ് കാണാൻ വേണ്ടി, ചിലർക്ക് ഇത് സഹതാപമുള്ളവരുണ്ട്, അതിന് പണി കിട്ടണമെന്ന് പറയുന്നവരുണ്ട്. അതെ, അങ്ങനെ നോക്കി ഒരുപാട് പേര് വന്നിട്ടുണ്ട്. അപ്പൊ അന്ന് ചെന്ന ദിവസം 5000 രൂപയുടെ മരുന്ന് മാറ്റി വെച്ചു. ആ ട്രിപ്പ് ഇടാൻ വരുന്ന കൊച്ചിനോട് വേണ്ടെന്ന് പറഞ്ഞു. കംപ്ലീറ്റ് മാറ്റി. പിറ്റേ അന്ന് സുഖമായിട്ട് കിടന്നുറങ്ങി. പിറ്റേന്ന് രാവിലെ ഞാൻ ബൈക്ക് എടുത്ത് സ്റ്റാർട്ട് ചെയ്തൊന്ന് ഓടിച്ചു നോക്കാം. അപ്പൊ ആലോചിച്ച് നോക്കി, ഒന്ന് കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ച്. നമ്മുടെ ബുദ്ധി കൊണ്ടും കൂടെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല അല്ലെ? അതാണ് നമ്മുടെ കർത്താവ്. ഞാൻ ചെയ്യുന്നതല്ല, എന്നെ അങ്ങ് ചെയ്യിപ്പിക്കുകയാണ് ഓരോ കാര്യങ്ങളായിട്ട്. എന്തോ മനസ്സിലങ്ങനെ തോന്നുന്നു, അങ്ങ് ചെയ്യുന്നു. അപ്പോൾ അമ്മയും അച്ഛനും ഒക്കെ പറഞ്ഞടാ ചെയ്യണ്ട, 5 ദിവസം കഴിയിട്ട് കുഴപ്പമില്ല. ഞാൻ ബൈക്ക് എടുത്ത് സ്റ്റാർട്ട് ചെയ്തു. പൾസർ ബൈക്കായിരുന്നു.
ആ ഒരു റൗണ്ടൊക്കെ ഒന്ന് ഓടിയിട്ട് തിരിച്ച് വീട്ടിൽ വന്നു. എൻ്റെ യേശുവേ. ആൾക്കാരെല്ലാം അപ്പോഴും ഇങ്ങനെ നോക്കി, എന്ത് പറ്റി. 2 മിനിറ്റ് കഴിഞ്ഞിട്ട് വീട്ടിൽ വന്ന് മോള് കൊച്ചായിരുന്നു, ഏതാണ്ട് 4 വയസ്സായിരുന്നു. മോളെ എടുത്ത് ഫ്രണ്ടിലിരുത്തി ഒന്നുകൂടെ പോയി. ഒന്നുകൂടെ പോയപ്പോഴത്തേക്കും ആൾക്കാരെല്ലാം ഡേ നിനക്ക് സുഖമല്ല കിടന്നില്ലേ, ഇന്നലെ വരെ കിടന്നതല്ലേ. അപ്പോൾ ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു, ഇതേപോലെ ഞാൻ ഒരു ചർച്ചയിൽ പോയി, എനിക്ക് അപ്പോഴേ എന്നെ സൗഖ്യം ഉണ്ടായി. ആൾക്കാർക്ക് എല്ലാവർക്കും ഒരു അത്ഭുതമൊന്നും അല്ല, നീ ഒരു കൺകെട്ടാണോ എന്നുള്ള ഒരു പല ആൾക്കാരും അതെ പല രീതിയിലായിരുന്നു എൻ്റെ ചോദ്യം. ഞാൻ പിന്നെ നമുക്ക് കിട്ടിയ ഒരു സൗഖ്യം കിട്ടി. അത് ഞാൻ ഇന്നലെ വരെ ഇങ്ങനെ ആയിരുന്നു, ഇന്നിപ്പോ ഇങ്ങനെയാണ്. അതെനിക്ക് ദൈവം തന്ന സൗഖ്യമാണ്. ആ വിശ്വാസം കണ്ടപ്പോൾ മറ്റു ആൾക്കാർക്ക് പിന്നെ വേറെ കുഴപ്പമൊന്നുമില്ല. അതിൻ്റെ പിറ്റേ ദിവസം ഞാൻ തടി മുറിക്കാനും ഹെഡ് ലോഡിങ്ങിനൊക്കെ ഉണ്ട്. അപ്പം എൻ്റെ അടുത്ത് പിന്നെ ഒരു ചേട്ടൻ പറഞ്ഞടാ ഇന്ന് ലോഡുണ്ട്. അതിൻ്റെ പിറ്റേ ദിവസം അന്ന് ബൈക്കൊക്കെ ഇത് വെച്ചിട്ട് പിറ്റേ ദിവസം ഇതേപോലെ പറഞ്ഞടാ ഇന്ന് ലോഡുണ്ട്, വണ്ടി വരും, അപ്പോൾ നീ അവിടെ വന്ന് ഇരുന്നാൽ മതി, കുഴപ്പമില്ല, ഒന്നും തുടയൊന്നും വേണ്ട, പൈസ തരാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരി, പിന്നെ എന്തായാലും ഞാൻ ഇന്ന് ലോഡ് കയറ്റാൻ വേണ്ടി വരും, എന്തായാലും എനിക്ക് കയറ്റണമെന്ന്. ചിന്തിച്ചു നോക്കിയ കഴുത്തിന്റെ എല്ല് പൊടിഞ്ഞു പോയി, അസ്ഥികൾ പോയി, കൈ പൊക്കാൻ പറ്റത്തില്ല. ആ ആള് പിറ്റേ ദിവസം ബുധനാഴ്ച, ഈ അമ്മച്ചിക്ക് ഇതെല്ലാം ഓർമ്മയാട്ടോ, ബുധനാഴ്ച അമ്മച്ചി കൂടെ പറയൂ എൻ്റെ കൂടെ. പറഞ്ഞേട്ടെ. അപ്പോൾ ഞാൻ അവിടെ പോയി. അത് 4 പേരായിട്ട് പടങ്ങനെ എടുത്തുകൊണ്ട് വന്ന സാധനം എന്ന് പറഞ്ഞാൽ വന്താണിയില്ല തോളിൽ വെച്ച് അങ്ങനെ എടുത്തുകൊണ്ട് വന്ന സാധനം നമ്മൾ 2 പേരായിട്ട് അപ്പുറം ഇപ്പുറം ഈ തോളത്തെടുത്ത് എനിക്ക് ഒന്ന് കൈ അടിച്ച് കർത്താവ് എന്തെങ്കിലും ചെയ്ത അത് പൂർണ്ണമായും അങ്ങനെ തന്നെയാണെന്നാകില്ല കാര്യം. അതിനുശേഷം ഇന്ന് വരെയും ആ തടിമുറിപ്പ് കാര്യങ്ങളെല്ലാം ആയിട്ട് ഞാൻ പോകുന്നുണ്ട്. ഡ്രൈവിങ്ങും ഉണ്ട്, പിന്നെ തടി മുറിക്കാൻ പോകും. ഇപ്പോൾ മുകളിൽ കയറുന്ന താഴെ നിന്ന് മൂട് മുറിക്കുക മാത്രമേ ചെയ്യുമായിരുന്നുള്ളൂ ആ കട്ടർ വാളിന്. ഇപ്പോൾ മുകളിൽ കയറിയുള്ള മുറിപ്പും കൂടെ ഉണ്ട്. റിസ്ക് ആയിട്ടുള്ള സാധനം എല്ലാം നമ്മൾ വാളിന് മുറിക്കും, വാളിന് കട്ട് ചെയ്യും. തെങ്ങൊക്കെ ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് അവിടെ മരത്തിൻ്റെ മുകളിൽ വെച്ച് തന്നെ തോളിലെടുത്ത് താഴെ മാറ്റി കളയാനും അങ്ങനെയുള്ള എല്ലാ എന്ന് പറഞ്ഞ് നേരത്തേക്ക് ഒരു പടി കൂടെ ആരെയും കൂടി, ഒരു പടിയല്ല അതിൻ്റെ ഇരട്ടി. നല്ല ആമേൻ പറഞ്ഞ് നമ്മുടെ ദൈവം എന്തെങ്കിലും ചെയ്താൽ എത്ര വലിയ അത്ഭുതം അല്ലേ. ചിന്തിക്കാൻ പറ്റത്തില്ല അല്ലേ, അത് തന്നെ വലിയ കാര്യം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടൊക്കെ നമ്മളെ കാണുമ്പോഴത്തേക്കും ചിലപ്പം തിരിഞ്ഞു പോകുന്ന ആൾക്കാർ ഇപ്പം ഭയങ്കര സന്തോഷമായിട്ടാണ് എല്ലാരെയും വീട്ടിൽ വിളിക്കാനും സഹകരിക്കാനും എല്ലാത്തിനും ഭയങ്കര കാര്യമാണ്. പ്രാർത്ഥനയിലാണെന്ന് ഇപ്പൊ അറിയാം ആളുകൾക്ക്. അതെ വിശ്വാസമില്ലാന്ന് എല്ലാവർക്കും അറിയാം. മദ്യപാനം ഇല്ല, അതുകൊണ്ടൊക്കെ ആൾക്കാർക്ക് ഭയങ്കര സന്തോഷവും. അതുകൊണ്ട് തന്നെയാണ് ആരോഗ്യം ഇപ്പൊ കൂടുതലുണ്ട്. അപ്പൊ അതിന്റെ ഇരട്ടി ജോലി ചെയ്യാൻ ഒരു സമയം വെറുതെ ഇരിക്കുന്നില്ല. ഈ ലോക്ക്ഡൌൺ സമയത്തൊക്കെ എല്ലാവർക്കും ബുദ്ധിമുട്ടും കഷ്ടപ്പാടൊക്കെ ഉണ്ടായിരുന്നപ്പോഴത്തേക്കും നമ്മൾ ഭയങ്കര സുഭിക്ഷമായിട്ട് കർത്താവ് ഒരാള് വേർതിരിച്ചാല് ആ വ്യക്തിയെ നടത്തുന്ന വിധം എത്ര വലുതാ അല്ലേ. ആമേൻ. കൈകളടിച്ച് കർത്താവിനെ സ്തുതിക്കാം. ആമേൻ. ദൈവം ചെയ്യുന്ന അത്ഭുതങ്ങൾ എത്ര ശ്രേഷ്ഠമാണ്. കർത്താവിൻ്റെ വലിയ സൗഖ്യം നിങ്ങളുടെ മേൽ ചലിക്കുകയാണ്. അപ്പോൾ ഞങ്ങളെ കാണുന്ന കുടുംബങ്ങളെ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവേ, യേശുപിജ ഓരോ വ്യക്തികളുടെയും ജീവിതത്തിൽ കർത്താവേ അല്ല ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അങ്ങ് ചെയ്യുന്ന ശ്രേഷ്ഠമായ ആ കരങ്ങൾക്കായി നന്ദി പറയുന്ന കർത്താവേ. അപ്പം ഇത് അനുഭവിച്ചിട്ടില്ലാത്തവരുടെ മേലും കർത്താവേ നിൻ്റെ കൃപയെ പകരണമപ്പാ, കൃപയെ പകരണമപ്പാ, കൃപയെ പകരണമപ്പാ. കർത്താവേ നിൻ്റെ സൗഖ്യത്തെ പകരണമപ്പാ, യേശുവേ സൗഖ്യത്തെ പകരണമപ്പാ. ഈ സമയം അത് അനുഭവിക്കട്ടെ അപ്പാ, ഈ സമയം അത് അനുഭവിക്കട്ടെ അപ്പാ, ഈ സമയം അത് അനുഭവിക്കട്ടെ അപ്പാ. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. റോസ് വിരിയിട്ട അതിൽ ഇലയാണ് അതിൻ്റെ ഡിസൈൻ എന്ന് പറയുന്ന ആ വീട്ടിൽ ആ കിടക്കയിലായിരിക്കുന്ന വ്യക്തിയോട് കർത്താവ് ഇടപെടുകയാണ്. കർത്താവേ നിൻ്റെ കൃപ ചലിക്കണമപ്പ, അവിടുത്തെ ദയ ചലിക്കണമപ്പ, അവിടുത്തെ സ്നേഹത്തിൻ്റെ കരങ്ങൾ നീട്ടണമപ്പ. അപ്പാ നിൻ്റെ പ്രവൃത്തിക്കായി നന്ദി പറയുന്നു. യേശുവേ നീ ഞങ്ങളെ വഴി നടത്തുമ്പോൾ യേശുവേ ഒരു കല്ലുപോലും കാലിൽ തട്ടാതെ വണ്ണം അപ്പാ നിൻ്റെ കരം ഞങ്ങളെ സൂക്ഷിക്കുന്നുവല്ലോ അപ്പാ. അവിടുത്തെ കരങ്ങളിൽ ഞങ്ങളെ ഏൽപ്പിക്കുന്നു, ഈ കാണുന്ന കുടുംബങ്ങളെ ഏൽപ്പിക്കുന്നു അപ്പാ. അവിടുന്ന് ചെയ്യുന്ന പ്രവൃത്തിക്കായി നന്ദി പറയുന്നു. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. പ്രാർത്ഥന കേൾക്കും യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ അവൻ്റെ നിറവിൽ നടത്തട്ടെ. അവൻ കരം പിടിച്ച് നടത്തുന്ന ബോധ്യത്തിൽ നമുക്ക് ഓരോരുത്തർക്കും ആയിരിക്കാം. ആമേൻ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു.